ഇലക്ഷൻ ഇങ്ങനെ അടുത്തു, ബഡ്ജറ്റ് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. പതിവിനെ തെറ്റിച്ചുകൊണ്ട്, മുമ്പാണെങ്കിൽ ഇങ്ങനെ ഒരു പതിവേ ഇല്ലായിരുന്നു. മുമ്പ് ഏറ്റവും അവസാനമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത്. CPM പ്രഖ്യാപിച്ച് ഒരു റൗണ്ട് ഒരു വീട്ടിലേക്ക് കയറി ഇറങ്ങുമ്പോഴും ഈ ചേട്ടന്മാർ ഗ്രൂപ്പ് കളി അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ തീരുമാനിക്കും, കേന്ദ്രത്തിൽ തീരുമാനിക്കും, പിന്നെ കേന്ദ്രത്തിൽ പോയിട്ട് ഇവിടെ തീരുമാനിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കളിച്ച് ലാസ്റ്റ് മൊമെന്റിലാണ് ആളുകളെ തീരുമാനിക്കുന്നത്. അതിനൊരു അപവാദമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വീണ നായരെ എപ്പോഴാണ് തീരുമാനിച്ചത്? വട്ടിയൂർക്കാവിൽ പ്രശാന്ത് 12 റൗണ്ട് ജോലി ചെയ്തതിന് ശേഷമാണ് വീണ നായരെ തീരുമാനിച്ചത്. അതുവരെ തീരുമാനിക്കാൻ പറ്റുന്നില്ല. ആരെ കൊടുക്കും വലിയ കഴിവ്. പക്ഷേ വീണ നായർക്ക് ഒരു പ്രാവശ്യം ഒരു കവലയിൽ പോകാനുള്ള സമയം കിട്ടിയില്ല, അവർ തോറ്റുപോയി. ഇപ്രാവശ്യം പക്ഷേ VD സതീശൻ ആണ് ക്യാപ്റ്റൻ മാനേജർ. അതുകൊണ്ട് വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. ഇതിൽ വരാൻ പോകുന്ന അപകടം, UDF വരും എന്നൊരു ട്രെൻഡ് കേരളത്തിൽ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ പത്രങ്ങളിൽ സെറ്റ് ചെയ്തായിരിക്കും, മീഡിയ ആയിരിക്കും, അല്ലെങ്കിൽ VD എങ്ങനെ ഒരു കനകലു ഉണ്ട്. ഇവിടെ ഒരു കനകലു എഫക്റ്റ് കിടക്കുന്നതുകൊണ്ട് എല്ലാവരും മത്സരിക്കാൻ പോവുകയാണ്. അതുവരെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ചേട്ടന്മാരും മത്സരിക്കുകയാണ്. MP മാരായിട്ടുള്ളവർ എന്താ പറയുന്നത്? ഞങ്ങൾ മത്സരിക്കുന്നില്ല. അപ്പോൾ പക്ഷേ AICCയും KPCCയും അടച്ചൊരു തീരുമാനമെടുത്തു, MP മാരും മത്സരിക്കണ്ട. പക്ഷേ ശകലം ഒന്ന് ടാപ്പ് തുറന്നാൽ ഷാഫി പറമ്പിൽ, പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, പിന്നെ ആന്റോ ആന്റണി, പിന്നെ ബെന്നി ബെഹനാൻ, ഇങ്ങനെ തുടങ്ങി ഒരു വള്ളം ആളുകളാണ് നിൽക്കുന്നത് ജയിച്ച് മന്ത്രിയാവാനായിട്ട്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിലൊക്കെ ജയിച്ച് മന്ത്രിയാവുക ന്യൂനപക്ഷത്തിൻ്റെ മുഖമാണ്. അപ്പോൾ എന്തായാലും വണ്ടി തുറക്കണ്ട, ടാപ്പ് അടച്ചേക്കാൻ പറഞ്ഞിരിക്കുന്നു. AICC അടച്ചിരിക്കുന്നത് തൽക്കാലം അടച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇതാ അടുത്ത ഒരു വള്ളം ചേട്ടന്മാരെടുത്ത് ചാടിയിട്ടുണ്ട്. വളരെ സീനിയർ ആളുകളുമുണ്ട്, ജൂനിയർ ആളുകളുണ്ട്. എല്ലാവരും പറയണത് ഞാനൊരു രസം പറഞ്ഞാൽ മറ്റൊന്നും കരുതരുത്. മനുഷ്യർ ഏറ്റവും കൂടുതൽ ആളുകൾ ഭവ്യതയോടെ നിൽക്കുന്ന ഒരു സ്ഥലം ഈ മദ്യ ഷാപ്പിലാണ്. അവിടുത്തെ ക്യൂവിൽ ആരും അടിയുണ്ടാക്കണം കണ്ടിട്ടില്ല. അവർ ചോദിക്കും, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കാണിക്കും, ഉണ്ടോ എന്ന് ചോദിക്കും, ബോട്ടിലോ. അപ്പോൾ അവിടുത്തെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹളമില്ല. ക്യൂവിൽ മര്യാദയ്ക്ക് നിൽക്കും. അത് 2ാം നിലയിലൊക്കെ ഉണ്ട്. 2ാം നിലയിലൊക്കെ ഈ അപ്സ്റ്റെയറിലൊക്കെ ഉണ്ട്. മറ്റിടത്ത് ഈ ബിവറേജസിൻ്റെ അതിൽ അപ്സ്റ്റെയർ ഇങ്ങനെ തൂങ്ങി താഴെ നിന്ന് വളരെ ക്യൂ. ഒരു പോലീസും വേണ്ട, ഒന്നും വേണ്ട. ഇതിൻ്റെ പകുതി ആളുകൾ മതി. തിയേറ്ററിലാണെങ്കിൽ പോലീസ് വേണം, അല്ലെങ്കിൽ അടിയായിരിക്കും. ഒരു ശല്യമില്ല. എല്ലാവരും നിശബ്ദമായി നിൽക്കും. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്. ആരും പരിചയം പോലും കാണിക്കില്ല, ചിരിക്കുക പോലും ഇല്ല. കാര്യം മോശമല്ലേ? പരിചയപ്പെട്ടാൽ ഇവനും വെള്ളം അടിക്കാൻ വന്നാന്ന് വിചാരിച്ച് ഒന്നും മിണ്ടാതെ ഇങ്ങനെ പാട്ടും പാടി നിൽക്കും, മദ്യം വാങ്ങിക്കും, അങ്ങ് പോകും. എന്തൊരു ഭവ്യതയാണ്! അതിനേക്കാൾ ഭവ്യതയുള്ള ഒരു സമയമാണ് ഇലക്ഷൻ സമയം. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വളരെ അങ്ങ് വിനയത്തോടുകൂടി ചുരുങ്ങി പറയും, എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് വെച്ചാൽ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? അപ്പോൾ അടുത്ത ഡയലോഗ് പത്രക്കാരല്ലേ, അവർ കിണ്ടി ചോദിക്കുമല്ലോ. അത് ചോദിക്കും, താങ്കൾക്ക് മത്സരിക്കുമോ? പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും. അപ്പോൾ പാർട്ടി അങ്ങ് അടിച്ചു പോക്കും. അതുവരെ തലേ ദിവസം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ മൊമെന്റ് വരെ പാർട്ടിയും തെറി പറഞ്ഞ് സകലവരെയും തെറി പറഞ്ഞ് ഗ്രൂപ്പ് പ്രവർത്തനം നടക്കണ ചേട്ടന്മാരാണ്. ഞാൻ എല്ലാ പാർട്ടിയാണ് പറയുന്നത്, കോൺഗ്രസ് അല്ല. എല്ലാവരും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇതെല്ലാം പറ്റുന്ന പരിപാടികളൊക്കെ ചെയ്യണവർ വളരെ മെരുങ്ങി പുലി ഒതുങ്ങി പൂച്ചയെ പോലെ പറയും, പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന്. അപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കാണ്, ഡേ എനിക്കൊരു ചാൻസ് താ എന്ന് പറഞ്ഞ് ആവശ്യമുള്ള ഹോംവർക്ക് കൂടെ ഉള്ളവരെ കൊണ്ട് ചെയ്യിച്ച് സ്ഥാനാർത്ഥിത്വം പിടിക്കാനാണ്. ഇപ്പോഴിതാ തിരുവനന്തപുരം ജില്ലയിലാണ് ഘോഷയാത്ര വന്നിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ആരും അങ്ങോട്ട് പോയി വലിയ ബഹളം ഉണ്ടാക്കണ്ട. ചാവേറായിട്ട് നിൽക്കുന്നുണ്ട്, വേറെ ആൾ തോക്കാനായിട്ട് ശിവൻകുട്ടി അണ്ണൻ റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ അങ്ങോട്ട് പോയി ആരും ശല്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന മുട്ടടയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു വനിത, 24 വയസ്സേ ഉള്ളൂ, യുവതി എന്ന് പറയാനാവില്ല, 24 വയസ്സുള്ള വിദ്യാർത്ഥി, KSUവിൻ്റെ നേതാവായിട്ടുള്ള വൈഷ്ണ സുരേഷിനെ അങ്ങോട്ടേക്ക് നോക്കുന്നു. ദൈവം ആ പരീക്ഷണം നടത്തരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വട്ടിയൂർക്കാവിൽ ആ പരീക്ഷണം നടത്തണം. അവരുടെ സ്വന്തം നിയോജകമണ്ഡലമായ അവിടെ ഒരു പക്ഷേ കുറേ കൂടി നല്ലൊരു ഫൈറ്റ് കാണിച്ചു വയ്ക്കാൻ കഴിഞ്ഞേക്കും. എന്നാലും വട്ടിയൂർക്കാവിന് വേറൊരു മുഖം കൂടി വരുന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ MM ഹസൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ജീവിതത്തിലെ ഒരു പ്രശ്നം ഈ ചെറിയാൻ ഫിലിപ്പ്, MM ഹസൻ, ജെയ്സി തോമസ്, ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. എവിടെ പോയി നിന്നാലും തോറ്റു. എന്നാൽ ഇതേ MM ഹസൻ കായംകുളത്ത് നിന്ന് ജയിച്ച് മന്ത്രിയായി. അത് വേറെ കാര്യം. ഒരു പ്രാവശ്യം മന്ത്രിയായി ഇവിടെ പിന്നെ മന്ത്രിയായി പോയി. പക്ഷേ എന്നാൽ അദ്ദേഹം വളരെ സീനിയറാണ്. UDFൻ്റെ കൺവീനറായിരുന്നു, KPCCയുടെ പ്രസിഡൻ്റായിരുന്നു. വളരെ വലിയ സീനിയറാണ്. പ്രായം കൊണ്ട് അല്ല, ഞാൻ പറഞ്ഞ പദവികൾ കൊണ്ട് വളരെ സീനിയറായ ഒരു നേതാവാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പറയുന്നു, അരുവിക്കരയിൽ വേണമെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. അപ്പോൾ എല്ലാവരും ഈ കച്ച മുണ്ടുടുത്ത് നല്ല നമ്മുടെ ബ്യൂട്ടി പാർലറിൽ പോയി മുടിയൊക്കെ നല്ല സ്ട്രെയിറ്റൻ ചെയ്ത് നല്ല കറുപ്പിച്ച് നല്ല ഉടയാത്ത മുണ്ടുമൊക്കെ എടുത്ത് നല്ല കതറുമൊക്കെ ഇട്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുകയാണ്. MM ഹസൻ ജി വന്നതിനോ എതിരെയോ
ഒന്നല്ല, ഞാനൊരു കുറ്റമല്ല പറഞ്ഞത്. പക്ഷേ എല്ലാവരും വരുന്നു സ്ഥാനാർത്ഥികളായിട്ട് എന്നുള്ള ഒരു കാര്യമാണ്. അല്ലാതെ അദ്ദേഹത്തിന് ആഗ്രഹിക്കാം, അദ്ദേഹത്തിന് നിൽക്കാം, വൈഷ്ണയ്ക്ക് ആഗ്രഹിക്കാം, എല്ലാ നേതാക്കൾക്കും ആഗ്രഹിക്കാം, പാർട്ടിക്കും ആഗ്രഹിക്കാം ആരെ ഇവിടെ നിർത്തണമെന്ന്. പക്ഷെ എന്തായാലും പറഞ്ഞു കേൾക്കുന്ന പേരുകളിൽ, തിരുവനന്തപുരം ജില്ലയിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകളാണ് ഞാൻ അവതരിപ്പിച്ചത്. ഒന്ന്, നേമത്ത് വൈഷ്ണ സുരേഷിൻ്റെ പേര് കേൾക്കുന്നു. അതുപോലെ തന്നെ കാട്ടാക്കടയിലാണെങ്കിൽ മലയങ്കഴി വേണുഗോപാലിൻ്റെ പേര് കേൾക്കുന്നു. ശക്തൻ്റെ പേരുമുണ്ട്. നെയ്യാറ്റിൻകരയിലേക്ക് ശക്തൻ്റെ പേരുണ്ട്. DCC ഇപ്പോഴത്തെ പ്രസിഡന്റ് ശക്തൻ്റെ പേരുണ്ട്. ശക്തൻ്റെ പേരുണ്ട്. ശബരിനാഥിൻ്റെ പേര് വട്ടിയൂർക്കാവിലും കേൾക്കുന്നു. തിരുവനന്തപുരം സെൻട്രലിലും കേൾക്കുന്നു. കഴക്കൂട്ടത്തും കേൾക്കുന്നു. അങ്ങനെ ശബരിനാഥുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ മണക്കാട് സുരേഷുണ്ട്. സെൻട്രലിൽ മത്സരിക്കാൻ മണക്കാട് സുരേഷുണ്ട്. ചിലപ്പോൾ നേമത്ത് മത്സരിക്കാം. ഡോക്ടർ ഹരിയുണ്ട്, GV ഹരിയുണ്ട്. ജവഹർ ബാലമഞ്ചിൻ്റെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ GV ഹരിയുണ്ട്. അത് ചിലപ്പോൾ നേമത്ത് പരീക്ഷിച്ചേക്കാം. ഇങ്ങനെ ഒരു സംഘം. പിന്നെ ഡോക്ടർ SS ലാലുണ്ട്. കഴക്കൂട്ടത്ത് ലാൽ ഇപ്പം മത്സരിക്കാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയി, അതുകൊണ്ട് മത്സരിക്കാൻ സാധ്യതയില്ല. വാമനപുരം എടുത്തു കഴിഞ്ഞാൽ ആനാട് ജയനാണ് മത്സരിച്ചത്. അതിന് മാറിയിട്ടിപ്പോൾ രമണി P നായരുടെ പേരുണ്ട്. പല പേരുകളുമുണ്ട് അവിടെ. പല പേരുകൾ വരുന്നു. അങ്ങനെ തിരുവനന്തപുരം ജില്ല എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു പട തന്നെ ഉണ്ട്. ഇതിനിടയിൽ പാലോട് രവിയുടെ പേര് പല മണ്ഡലങ്ങളുമായി ബന്ധപ്പെടുത്തി കേൾക്കുന്നുണ്ട്. നെടുമങ്ങാടും പല മണ്ഡലങ്ങളുമായി. BRM ഷെറീഫ് എന്ന് പറയുന്ന ഇവരുടെ ഈ ചാനൽ ജിഹ്വ, കോൺഗ്രസിൻ്റെ ചാനൽ ജിഹ്വ, ചേച്ചി 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 എന്നൊക്കെ പറഞ്ഞ് ബാൻഡ് ബഹളം ഉണ്ടാക്കും. ലതിക ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വലിയ അടിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹമുള്ള വലിയ ത്രില്ലാണ്. അദ്ദേഹം ചില്ലായിട്ട് നിൽക്കുന്ന BRM ഷെറീഫുണ്ട്. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ നെടുമങ്ങാട്ട് മത്സരിച്ചേക്കാം. വർക്കല കഹാറിനെ ഇറക്കിയാലെന്തെന്ന് തോന്നുന്നു വർക്കലയിൽ. അതുപോലെ തന്നെ ഓരോരുത്തരെ MA വാഹിദിനെ ഇറക്കിയാലെന്ത് കഴക്കൂട്ടത്ത്. ഇങ്ങനെ വലിയ ഒരു സംഘത്തെ, പുതിയതും ചെറിയതും വലുതുമായ വലിയ സംഘത്തെയാണ് ഇപ്രാവശ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. അതിൽ വൈഷ്ണ സുരേഷ് എന്ന 24 മുതൽ ഡോക്ടറേറ്റുള്ള ഡോക്ടർ GV ഹരി മുതൽ MM ഹസൻ വരെയുള്ള വളരെ സീനിയറായിട്ടുള്ള നേതാക്കളുടെ ഒരു പരമ്പരയാണ്, ഒരു വലിയൊരു സീരീസാണ് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് നോക്കുന്നത്. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ, ഈ 4-5 മണ്ഡലങ്ങൾ BJPയുടെ സാന്നിധ്യം കൊണ്ടുള്ളതുകൊണ്ട് വളരെ ടൈറ്റായിട്ട് മത്സരം നടക്കുന്ന സ്ഥലമാണ്. കൃത്യമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കോൺഗ്രസ് എവിടെ സ്ഥാനാർത്ഥി നിർത്തുന്നെങ്കിലും 2 വട്ടം സ്ഥാനാർത്ഥി നിർത്തണം. 2 വട്ടം ആലോചിച്ച് നമുക്ക് സീറ്റുകൾ വേണമെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകളെ പരീക്ഷിക്കണം. വീണ നായരെ പരീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ ആദ്യമേ കൊടുക്കണമായിരുന്നു. അവസാന നിമിഷത്തിൽ കൊണ്ട് ഏതെങ്കിലും സീറ്റുകൾ വളരെ അവസാന നിമിഷത്തിൽ കൊണ്ട് കൊടുക്കരുത്. കൊടുത്താൽ അത് അപകടത്തിലേക്ക് പോകും. ഇതിനിടയ്ക്ക് K മുരളീധരൻ്റെ പേരും തിരുവനന്തപുരത്ത് 1-2 മണ്ഡലങ്ങളിൽ, നേമത്തും വട്ടിയൂർക്കാവിലും ഒക്കെ K മുരളീധരൻ്റെയും പേരും കറങ്ങുന്നുണ്ട്. നമ്മൾ വിട്ടുപോയൊരു പേരാണ് VS ശിവകുമാർ. VS ശിവകുമാറിൻ്റെ പേരുമുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ മിക്കവാറും നേതാക്കളെല്ലാം ഞാൻ പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. VM സുധീരനും ഉണ്ട്. പക്ഷേ VS സുധീരൻ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്കില്ല, കൊള്ളാൻ കുഞ്ഞെ നിന്നിഷ്ടം, തള്ളാൻ പാടില്ലെന്നാലും ഞാൻ അങ്ങോട്ടേക്കില്ലിപ്പോൾ, മാനം നോക്കി സഞ്ചാരം.